ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ പിടിക്കില്ല, ഞങ്ങളൊന്നൊരു യാത്ര പോവാണ്. കുറച്ച് നാളെ പോകണമെന്ന് വിചാരിക്കണം. അപ്പോഴാണെങ്കിൽ നമുക്കതിന് പറ്റിയത് എവിടേക്കാണെന്നൊക്കെ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനമൊക്കെ മനസ്സിലാവും. നമ്മൾ പാലക്കാട് എത്തിയപ്പോഴാണ് ഇങ്ങനത്തൊരു തോട്ടം കണ്ടത്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ അതൊക്കെ പറിച്ച് കാർട്ട് വയ്ക്കണം തോന്നി. പക്ഷേ അതൊക്കെ മേലെയാണ് ഞാൻ പോയ സ്ഥലത്ത് വെച്ച് കണ്ടത്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. കേട്ടോ, പഴനി എത്തി ഞങ്ങൾ പോയിട്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും പഴനിയിലേക്കാൻ പോകണേ എന്നാൽ പഴനിക്കൊന്നല്ല പോകുന്നത്. ആ വഴി പോയപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു മാത്രം. എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഭഗവാനെ തൊഴുത് അവിടെ കയറി നിന്നിട്ടേ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത്. അങ്ങനെ ഞങ്ങൾ പിന്നെ എത്തേണ്ട സ്ഥലം മതി ഗൈസ്, വേറെ പിടിക്കുമല്ല നമ്മുടെ സ്വന്തം കൊടൈക്കനാലിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് ഗൈസ്. കുറച്ച് നാളായി ഞാൻ പറഞ്ഞില്ല ആഗ്രഹിക്കുന്നു പോകാൻ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ കൂടി ഇല്ലേ. പക്ഷേ ഇരുന്നിരുന്ന് ഒരു വഴിയായി. അതായത് ഞങ്ങൾ കൊടൈക്കനാലെത്തി. അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ മലയാളികളും മൊത്തത്തിൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ തിരിഞ്ഞാലും മലയാളികളായിരുന്നു അവിടെ. നല്ല ബോട്ടിങ്ങും. അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് വൈകുന്നേരം നേരത്തെ എത്തിയിട്ട് ബോട്ടിങ്ങും പിന്നെ അതുപോലെ രണ്ട് ഭാഗത്തും ഇതേപോലെ കടകളാണ്, ചെറിയ ചെറിയ കടകൾ, കച്ചവടക്കാർ. പിന്നെ ഞങ്ങൾ നൈറ്റ് ഇതേപോലെ സൈക്ലിങ്ങിന് പോയി. സൈക്ലിങ്ങും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സിംഗിൾ സൈക്കിളും ഉണ്ട്, ഡബിൾ സൈക്ലിങ്ങും ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററും കൂടി ഡബിൾ സൈക്ലിങ്ങിനും പോയി. പക്ഷേ ശരിക്കും നല്ല രസമായിരുന്നു. ഞങ്ങൾ റൂമിലേക്ക് വന്നു. റൂമിൽ വന്ന് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ കോട്ടേജിൻ്റെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഭംഗി ഇതൊക്കെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. കുറേ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തേക്ക് പോയി, അത് കണ്ടിരുന്നു. പിന്നെ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്സിന് പോകാൻ വിചാരിച്ചു. നല്ല കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്, സ്റ്റോളുകൾ, നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ എൻ്റെ ഒരു ബന്ധുവിനെ ഞാൻ കണ്ടില്ലേ, കുറേ ബന്ധുക്കാർ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ വിശേഷം